നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. CSEBക്കും അതേപോലെ തന്നെ ബികോം കോർപ്പറേഷൻ, HDC ഇവയ്ക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നുള്ളത്. ലോയിലും വരാം, അതേപോലെ തന്നെ കോർപ്പറേഷനും വരാം. ഈ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നുള്ളത്. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് CCS ആക്ട് 1904 എന്ന് പറയുന്നു. സോ CCS ആക്ട് 1904 എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യയാണ്. ഇത് പാസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 25 മാർച്ച് 1904. അതേപോലെ തന്നെ ഇത് അറിയപ്പെടുന്നത് ആക്ട് 10 ഓഫ് 1904 എന്നുള്ളതാണ്. ആക്ട് 10 1904 എന്ന് പറയുന്നത് 1904 പാസ്സാക്കിയിട്ടുള്ള 10ാമത്തെ ആക്റ്റാണ് ഈ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോം ചെയ്തിട്ടുള്ളത് 25 മാർച്ച് 1904 ആക്ട് 10 ഓഫ് 1904 എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയാണ്. ഇതിനെ ഷോർട്ടായിട്ട് CCS ആക്ട് 1904 എന്ന് പറയുന്നു. അടുത്തത് പറയുന്നത് ഇത് മാർക്ക്ഡ് ബിഗിനിങ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമേഷന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ ആക്ട് ഹാഡ് ഓൺലി 29 സെക്ഷൻസും നോ റൂൾസും ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ KCS ആക്ട് 1969 എന്ന് പറയുമ്പോൾ ഏകദേശം 110 സെക്ഷനും അതേപോലെ തന്നെ 201 റൂളും ഉണ്ട്. എന്നാൽ ഇത് ആദ്യത്തെ ആക്റ്റാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം ഇവിടെ 29 സെക്ഷൻസ് ഉണ്ട്. പിന്നെ എന്താണ്, അതെങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നോ റൂളാണ്. ആ സമയത്ത് അതിന് റൂളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് പറയുന്നത് ദ ഐഡിയ ഫോർ ദിസ് ആക്ട് കെയിം ഫ്രം കമ്മിറ്റി ഫോംഡ് ഓൺ 1901 ബൈ വൈസ്രോയി ലോർഡ് കേഴ്സൺ വിത്ത് മെമ്പേഴ്സ് സർ എഡ്വാർഡ് ലോ, സർ ഡുപ്പർനിക്സ്, ഫെഡറിക് നിക്കോൾസൺ. അതായത് 1901 വൈസ്രോയി ലോർഡ് കേഴ്സന്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എഡ്വാർഡ് ലോ കമ്മിറ്റി. അതായത് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എഡ്വാർഡ് ലോ ആയിരുന്നു. പിന്നെ അതിൻ്റെ മറ്റ് മെമ്പേഴ്സ് ഉണ്ട്, സർ ഡൂപ്പർനിക്സും ഫെഡറിക് നിക്കോൾസനും. ഇവരുടെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയുടെ ഐഡിയയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഫോം ചെയ്തത്. അടുത്തത് പറയുന്നത് സർ ഡെൽസിൽ ഇബോട്ട്സൺ ഹെൽപ്ഡ് ടു കമ്പൈൽ ദിസ് ആക്ട്. ഈ ഒരു ആക്ട് കമ്പൈൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് സർ ഡെൽസിൽ ഇബോട്ട്സൺ ആണ്. നെക്സ്റ്റ് പറയുന്നത് ദ ലോ ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിൻ്റെ ബേസിലാണ് ഈ ഒരു ലോയും ഫോം ചെയ്തിട്ടുള്ളത്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലി 10 പീപ്പിൾ വർ നീഡഡ് ടു ഫോം എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അതായത് നമുക്കറിയാം KCS ആക്ട് പ്രകാരം നോർമലി ഒരു സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി വേണം. എന്നാൽ ഈ ഒരു ആക്ട് പ്രകാരം 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് CCS ആക്ട് 1904 എന്ന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 അറിയപ്പെടുന്നു. ഫസ്റ്റ് ലോ ഓൺ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. അതേപോലെ തന്നെ വന്നത് 25 മാർച്ച് 1904 ആക്ട് 10 ഓഫ് 1904 എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബിഗിനിങ്ങിന് ഈ ഒരു ആക്ടിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ 29 സെക്ഷൻസ് ഉണ്ട്, നോ റൂളാണ്. 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ആക്ട് പ്രകാരം നമുക്കൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫോം ചെയ്തത് എഡ്വാർഡ് ലോ കമ്മിറ്റീൻ്റെ അണ്ടറിലാണ്. പിന്നെ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിൻ്റെ ലോയും ബേസ് ചെയ്യണു. ഈ ഒരു ആക്ട് പ്രകാരം സൊസൈറ്റീസിനെ റൂറൽ സൊസൈറ്റീസ് എന്നും അർബൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ അതിൽ മോസ്റ്റ്ലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് 80% റൂറൽ പീപ്പിൾ ആയിരിക്കും, അതായത് ഫാർമേഴ്സ്. അർബൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത് അവിടെ മെയിനായിട്ട് മെമ്പേഴ്സ് 80% മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോൺ ഫാർമേഴ്സ് ആയിരിക്കും. പിന്നെ സൊസൈറ്റീനെ അടുത്ത രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ലയബിലിറ്റീസിൻ്റെ ബേസിലാണ്. അതായത് റൂറൽ സൊസൈറ്റീസിന് എപ്പോഴും അൺലിമിറ്റഡ് ലയബിലിറ്റീസ് ആയിരിക്കും. എന്നാൽ അർബൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത് ലിമിറ്റഡും ആവാം അൺലിമിറ്റഡും ആവാം. ഈ ഒരു ആക്ടിൻ്റെ മെയിൻ പ്രൊവിഷൻസ് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. അതായത് ക്രെഡിറ്റ് സൊസൈറ്റീസിന് മാത്രമേ ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ദ ആക്ട് ഓൺലി അലൗഡ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. സെക്കൻഡ് വൺ പറയുന്നത് സെൻട്രൽ ഓർ അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർ നോട്ട് അലൗഡ് ടു രജിസ്റ്റർ അണ്ടർ ദിസ് ആക്ട്. ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ സൊസൈറ്റീസോ അപെക്സ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ ഒന്നും പോസിബിൾ അല്ല. അതേപോലെ തന്നെ നോ ഫിനാൻസിങ് സൊസൈറ്റീസ് കുഡ് ബി ഫോംഡ് അണ്ടർ ദിസ് ആക്ട്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1901 പ്രകാരം നോ ഫിനാൻസിങ് സൊസൈറ്റീസ് കുഡ് ബി ഫോംഡ് ചെയ്ത്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടായിരുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ റിസർവിക്കാണ്.
അതേപോലെ തന്നെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഓഡിറ്റ് ഹാഡ് ടു ബി ഡൺ ബൈ രജിസ്ട്രാർ വൺസ് എ ഇയർ. അതായത് നമുക്കറിയാം ഇന്നും ഫിനാൻഷ്യൽ ഇയർ എൻഡിൻ്റെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പീപ്പിൾ ഉണ്ട്, DCA അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ടറിന് വേണ്ടിയിട്ട്. എന്നാൽ അന്ന് ആ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1901 പ്രകാരം രജിസ്ട്രാർ ഡയറക്റ്റ്ലി പോയിട്ടാണ് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അടുത്തതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റീസ് വെർ എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്. അതായത് ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റീസിന് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല, രജിസ്ട്രേഷൻ ഫീസൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രജിസ്ട്രാർ തന്നെ റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ്, ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി. എൻക്വയറി ആയാലും ഓഡിറ്റിംഗ് ആയാലും ഇൻസ്പെക്ഷൻ ആയാലും അവിടെ എല്ലാം ചെയ്യുന്നത് രജിസ്ട്രാർ തന്നെ ആയിരുന്നു. അടുത്തത് നമ്മൾ പറയുന്നത് മെമ്പർഷിപ്പ് റൂൾസ് ആണ്. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രകാരം ഓൺലി ഇൻഡിവിജ്വൽസിന് മാത്രമാണ് മെമ്പേഴ്സ് ആവാൻ പറ്റുന്നത്. നമുക്കറിയാം KCS ആക്ട് 1969 സെക്ഷൻ 16 പ്രകാരം നമുക്ക് അതർ സൊസൈറ്റീസിന്, ഗവൺമെൻറ്റിനൊക്കെ മെമ്പേഴ്സ് ആവായിരുന്നു. എന്നാൽ ഈ ഒരു ആക്ട് പ്രകാരം, അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രകാരം ഇൻഡിവിജ്വൽസിന് മാത്രമാണ് മെമ്പർ ആവാൻ പറ്റിയിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 1000 rupees അല്ലെങ്കിൽ ടോട്ടൽ ഷെയറിൻ്റെ 1/5 പോർഷൻ ആയിരുന്നു. നമ്മൾ പറഞ്ഞു ഈ ഒരു ആക്ട് പ്രകാരം 29 സെക്ഷൻസ് ആണുള്ളത്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സെക്ഷൻ 1ഉം സെക്ഷൻ 3ഉം. സെക്ഷൻ 1 എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. സെക്ഷൻ 3 മെൻഷൻ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. പിന്നെ ഈ ഒരു ആക്ടിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് ഈസ് പ്രൈസ്ഡ് ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത് സിമ്പിളും ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഫ്ലെക്സിബിളും ആയിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സേവിങ്സ് കൂട്ടുക, അതേപോലെ തന്നെ മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണത് കുറയ്ക്കുക. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരു മേജർ റോള് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിനുണ്ട്. പിന്നെ മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1000 rupees ആണ്. ഇത്രയാണ് ഈ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 വരുന്നത്. അതായത് ഫോം ചെയ്തിട്ടുള്ളത് 1904 ആണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഫോം ചെയ്തിട്ടുള്ളത് 25 മാർച്ച് 1904 അതേപോലെ തന്നെ ആക്ട് 10 of 1904 എന്നാണ് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ്, അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇതിന് വലിയൊരു റോളുണ്ട്. അതേപോലെ ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് 29 സെക്ഷനും നോ റൂളും ആണ്. പിന്നെ പറയുന്നത് എഡ്വേർഡ് ലോ കമ്മിറ്റിയാണ് ഇത് ഫോം ചെയ്യാനുള്ള ഐഡിയ കൊണ്ടുവന്നത്. അതിൽ 3 മെമ്പേഴ്സാണുള്ളത്: എഡ്വേർഡ് ലോ, ഡൂപ്പർനിക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. പിന്നെ ഇത് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഡെൽസിൽ ഇബോൾസൺ ആണ്. പിന്നെ ഇതിൻ്റെ ലോ ബേസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ബേസിലാണ്. പിന്നെ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ പോസിബിൾ ആണ്. സൊസൈറ്റീനെ മെയിനായിട്ട് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അർബൻ സൊസൈറ്റീസ് എന്നും റൂറൽ സൊസൈറ്റീസ് എന്നും. അർബനിൽ 80% ഫാർമേഴ്സ് ആയിരിക്കും മെമ്പേഴ്സ്. അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ അർബൻ സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ട്രേഡേഴ്സ് അല്ലെങ്കിൽ നോൺ ഫാർമേഴ്സ് ആണ് വരുന്നത്. 80% മെമ്പേഴ്സ്. അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡും ആവാം അൺലിമിറ്റഡും ആവാം. പിന്നെ പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. നോൺ ഫിനാൻഷ്യൽ സൊസൈറ്റി കുഡ് ബി ഫോമഡ്. പിന്നെ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസിന് രജിസ്ട്രേഷൻ പോസിബിൾ അല്ല. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് ഇല്ല. കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ജനറൽ റിസർവിലേക്ക് മാറ്റും. ഡിവിഡൻഡ് പേ ചെയ്യണില്ല. അതേപോലെ തന്നെ ഓഡിറ്റർ ഡയറക്റ്റ്ലി ചെന്നിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം സൊസൈറ്റീസ് ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറിക്കൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത് രജിസ്ട്രാർ ആണ്. പിന്നെ ഇൻഡിവിജ്വൽസ് മാത്രമാണ് ഇതിലെ മെമ്പേഴ്സ്. അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 1/5 ടോട്ടൽ ഷെയർ, മാക്സിമം അപ് ടു 10,000 ആണ്. സെക്ഷൻ 1 എന്ന് പറയുന്നത് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. സെക്ഷൻ 3 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റീസ് ആണ്. താങ്ക് യു.